ഹായ്, നമസ്തേ. ഒരു യോഗിയുടെ ആത്മകഥ, അധ്യായം 15. കോളിഫ്ലവർ മോഷണം. ഗുരുദേവ, അങ്ങേക്ക് ഒരു സമ്മാനം. ഈ വളരെ വലിയ 6 കോളിഫ്ലവർ എൻ്റെ കൈക്കൊണ്ടു നട്ടതാണ്. ഒരമ്മ സ്വന്തം കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്ന സ്നേഹവായ്പോടെ ഞാൻ അവ വളരുന്നത് നോക്കി നിന്നിട്ടുണ്ട്. ഉപചാരത്തിന്റെ വാഗ്ദാടിയോടെ ഞാൻ ആ മലക്കറിക്കുട്ട കാഴ്ചവച്ചു. നിനക്കു നന്ദി. ശ്രീ യുക്തേശ്വരന്റെ പുഞ്ചിരി അഭിനന്ദനം കൊണ്ട് ഊഷ്മളമായിരുന്നു. അവ നിന്റെ മുറിയിൽ സൂക്ഷിക്കൂ. നാളെ രാത്രിയിലെ പ്രത്യേക വിരുന്നിന് എനിക്ക് അവ വേണം. കോളേജിന്റെ മധ്യവേനൽ അവധി എൻ്റെ ഗുരുദേവനോടൊത്ത് പുരിയിൽ അദ്ദേഹത്തിന്റെ സമുദ്രതീര ആശ്രമത്തിൽ ചെലവഴിക്കാനായി ഞാൻ എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഗുരുദേവനും ശിഷ്യന്മാരും കൂടി 2 നിലയിൽ പടുത്തുയർത്തിയ പ്രസാദപൂർണമായ ആ ചെറിയ ആശ്രമം ബംഗാൾ ഉൾക്കടലിന് അഭിമുഖമായിരുന്നു. ഉപ്പുള്ള കടൽക്കാറ്റും ആശ്രമത്തിന്റെ പ്രശാന്ത ചാരുതയും നുകർന്ന് ഉന്മേഷം കൈവരിച്ച ഞാൻ അടുത്ത പ്രഭാതത്തിൽ നേരത്തെ ഉണർന്നു. എൻ്റെ ഗുരുദേവന്റെ ഇമ്പമേറിയ ശബ്ദം എന്നെ വിളിക്കുകയായി. എൻ്റെ പ്രിയപ്പെട്ട കോളിഫ്ലവറിനെ ഒന്ന് നോക്കി ഞാൻ അവയെ കട്ടിലിനടിയിൽ ഭംഗിയായി ഒളിച്ചുവെച്ചു. വരൂ, നമുക്ക് കടൽ തീരത്തേക്ക് പോകാം. ഗുരുദേവൻ മുമ്പേ നടന്നു. അനേകം ശിഷ്യന്മാരും ഞാനും ചിന്നിച്ചിതറിയ ഒരു കൂട്ടമായി പിന്തുടർന്നു. ലഘുവായ ഒരു കുറ്റാരോപണ ഭാവത്തിൽ ഗുരുദേവൻ ഞങ്ങളെ എല്ലാവരെയും ഒന്നു നോക്കി. നമ്മുടെ പാശ്ചാത്യ സഹോദരങ്ങൾ നടക്കുമ്പോൾ ഒരുമിച്ചുള്ള കാൽവയ്പിൽ അവർ മിക്കപ്പോഴും അഭിമാനം കൊള്ളുന്നു. ഇപ്പോൾ നിങ്ങൾ 2 വരിയായി നടക്കൂ. ഓരോരുത്തരും ഒരേ താളത്തിൽ ചുവടുവയ്ക്കൂ. നിർദ്ദേശം ഞങ്ങൾ അനുസരിക്കുന്നത് ശ്രീ യുക്തേശ്വരൻ നിരീക്ഷിച്ചു. അദ്ദേഹം പാടാൻ തുടങ്ങി. കുട്ടികൾ പോകൂ മുൻപേ പിൻപേ പന്തിയിൽ ചന്തമെഴുമ്പോലെ. തന്റെ യുവശിഷ്യരുടെ ചുറുചുറുക്കുള്ള കാൽവെപ്പിനൊത്ത് അനായാസം നടക്കാനുള്ള ഗുരുദേവന്റെ കഴിവിൽ എനിക്ക് മതിപ്പ് തോന്നി. നിൽക്കൂ. ഗുരുദേവന്റെ കണ്ണുകൾ എന്റെ കണ്ണുകൾ തേടി. ആശ്രമത്തിന്റെ പിൻവാതിൽ പൂട്ടാൻ നീ ഓർമ്മിച്ചുവോ? അടച്ചു എന്ന് തോന്നുന്നു ഗുരു. ചുണ്ടിൽ അടക്കിയ ഒരു പുഞ്ചിരിയുമായി അല്പനേരം ശ്രീ യുക്തേശ്വരൻ നിശബ്ദനായി. ഇല്ല, നീ മറന്നു. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, ലൗകിക കാര്യങ്ങളിൽ അശ്രദ്ധയ്ക്ക് ഈശ്വര വിചാരം ഒരു ഒഴിവു കഴിവാകാൻ പാടില്ല. ആശ്രമം കാത്തു സൂക്ഷിക്കുക എന്ന നിന്റെ കർത്തവ്യം നീ അവഗണിച്ചു. അതിന് നീ ശിക്ഷിക്കപ്പെടണം. നിന്റെ 6 കോളിഫ്ലവർ താമസിയാതെ 5 കുറയും എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തപ്പോൾ അദ്ദേഹം ദുർഗ്രഹമായ ഏതോ തമാശ പറയുകയാണെന്നു ഞാൻ കരുതി. ഗുരുദേവന്റെ ആജ്ഞയനുസരിച്ച് ഞങ്ങൾ പിന്തിരിഞ്ഞ് ആശ്രമത്തിനടുത്തെത്തും വരെ അടിവച്ചു നീങ്ങി. ഒരൽപ്പം വിശ്രമിക്കൂ. മുകുന്ദ, നമ്മുടെ ഇടതുവശത്തുള്ള പുരയിടത്തിനപ്പുറത്തുള്ള പാത ശ്രദ്ധിക്കൂ. ഉടനെ ഒരാൾ അവിടെ വന്നെത്തും. നിന്റെ ശിക്ഷയ്ക്കുള്ള ഉപാധി അയാളായിരിക്കും. അർത്ഥം മനസ്സിലാക്കാനാവാത്ത ഈ പരാമർശത്തിൽ എനിക്കുണ്ടായ വല്ലായ്മ ഞാൻ മറച്ചുവെച്ചു. അവലക്ഷണമായി ആടിയുലഞ്ഞ് അർത്ഥമില്ലാത്ത ആംഗ്യങ്ങൾ കൈക്കൊണ്ടു കാട്ടിക്കൊണ്ട് ഒരു ഗ്രാമീണൻ വഴിയിൽ ഉടനെ പ്രത്യക്ഷനായി. ജിജ്ഞാസ കൊണ്ട് ഏറെക്കുറെ തളർന്ന ഞാൻ ഈ രസകരമായ കാഴ്ചയിൽ കണ്ണുനട്ടു. ഞങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നു മറയുന്ന ഒരു ഭാഗത്ത് അയാൾ എത്തിയപ്പോൾ ശ്രീ യുക്തേശ്വരൻ പറഞ്ഞു, ഇനി അയാൾ തിരിച്ചു വരും. ഉടൻ തന്നെ ആ ഗ്രാമീണൻ തന്റെ യാത്രയുടെ ദിശ മാറ്റിയിട്ട് ആശ്രമത്തിന്റെ പിൻഭാഗത്തേക്ക് നീങ്ങി. ഒരു മണൽ വിരിപ്പ് മുറിച്ചു കടന്ന് പിൻവാതിലിൽ കൂടി അയാൾ കെട്ടിടത്തിൽ പ്രവേശിച്ചു. എൻ്റെ ഗുരുദേവൻ പറഞ്ഞതുപോലെ ഞാൻ അത് പൂട്ടാതെ ഇട്ടിരുന്നു. അല്പം കഴിഞ്ഞ് എൻ്റെ അമൂല്യമായ കോളിഫ്ലവറുകളിൽ ഒന്നുമായി അയാൾ പുറത്തു വന്നു. തന്റെ പുതിയ മുതലിന്റെ മാന്യത ഉൾക്കൊണ്ടുകൊണ്ട് അയാൾ അന്തസ്സായി അടിവച്ച് നടന്നു നീങ്ങി. വെളിവായിക്കൊണ്ടിരുന്ന ആ പ്രഹസനത്തിൽ എൻ്റെ ഭാഗം അമ്പരന്ന ഒരു ഇരയുടേതാണെന്ന് തോന്നിയെങ്കിലും അത് അത്ര നിരാശാജനകമല്ലായിരുന്നതു കാരണം ധർമ്മരോഷത്തോടെ മോഷ്ടാവിനെ പിന്തുടരുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു. ഗുരുദേവൻ തിരിച്ചു വിളിച്ചപ്പോൾ ഞാൻ
ആ പാതയിലേക്ക് പാതി ദൂരം എത്തിയിരുന്നു. ചിരി കൊണ്ട് അദ്ദേഹം അടി തൊട്ടു മുടി വരെ കുലുങ്ങുകയായിരുന്നു. പാവം, കൊതിക്കിറുക്കു കയറിയ ആ മനുഷ്യൻ ഒരു കോളിഫ്ലവറിനു വേണ്ടി ദാഹിക്കുകയായിരുന്നു. കുടഞ്ഞിട്ടു ചിരിക്കുന്നതിനിടയിൽ അദ്ദേഹം വിശദീകരിച്ചു. ഒട്ടും സൂക്ഷിക്കാതെ വച്ചിരുന്ന കോളിഫ്ലവറിലൊന്ന് അയാൾക്കു കിട്ടുന്നത് ഒരു നല്ല ആശയമായി എനിക്ക് തോന്നി. എന്റെ മുറിയിലേക്ക് ഞാൻ കുതിച്ചു ചെന്നപ്പോൾ കോളിഫ്ലവറിന്റെ പ്രകടമായും ബഹുകമ്പക്കാരനായ കള്ളൻ കമ്പളത്തിന്റെ മേലെ കാണത്തക്കവണ്ണം കിടന്നിരുന്ന എന്റെ സ്വർണമോതിരങ്ങൾ, വാച്ച്, പണം എന്നിവ തൊട്ടിട്ടില്ലെന്നു കണ്ടു. പകരം കട്ടിലിന്റെ അടിയിലേക്കു ഇഴഞ്ഞു കയറി അയാൾ. ഒറ്റനോട്ടത്തിൽ കാണാനാവാത്ത കോളിഫ്ലവറിന്റെ കൂട അയാളുടെ ഒരേ ഒരു ഹൃദയാഭിലാഷം സാധിച്ചു കൊടുത്തു. ചിന്താക്കുഴപ്പമുണ്ടാക്കുന്ന ഏതാനും പ്രത്യേകതകൾ ഉണ്ടെന്നു ഞാൻ വിചാരിച്ച ആ സംഭവം വിശദീകരിക്കാൻ അന്നു വൈകുന്നേരം ഞാൻ ശ്രീ യുക്തേശ്വരനോട് ആവശ്യപ്പെട്ടു. എന്റെ ഗുരുദേവൻ സാവധാനം തല കുലുക്കി. ഒരിക്കൽ നീ അത് മനസ്സിലാക്കും. ഇതുപോലെ ഒളിഞ്ഞിരിക്കുന്ന നിരവധി നിയമങ്ങൾ ശാസ്ത്രം ഉടനെ തന്നെ കണ്ടെത്തും. കുറച്ചു വർഷങ്ങൾക്കു ശേഷം വിസ്മയഭരിതമായ ഒരു ലോകത്തിനുമേൽ റേഡിയോയുടെ അത്ഭുതങ്ങൾ പൊടുന്നനെ വിടർന്നപ്പോൾ ഞാൻ ഗുരുദേവന്റെ പ്രവചനം ഓർമ്മിച്ചു. യുഗങ്ങളുടെ പഴക്കമുള്ള കാലദേശങ്ങളുടെ സങ്കല്പങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടു. ഒരു മനുഷ്യന്റെയും വീട് ലണ്ടനോ കൽക്കത്തയ്ക്കോ കടന്നെത്താനാവാത്തവണ്ണം ഇടുങ്ങിയതല്ലാതായി. മനുഷ്യന്റെ സർവസാന്നിധ്യത്തിന്റെ ഈ ഒരു ഭാവത്തിന്റെ അനിഷേധ്യമായ തെളിവിനു മുമ്പിൽ ഏറ്റവും വലിയ ജഡബുദ്ധിയും വികസ്വരമായി തീർന്നു. കോളിഫ്ലവർ നാടകത്തിലെ സംഭവഗതി റേഡിയോയുടെ ദൃഷ്ടാന്തം കൊണ്ട് ഏറെ ഭംഗിയായി മനസ്സിലാക്കാം. എൻ്റെ ഗുരുദേവൻ ഒരു ഒന്നാം തരം മനുഷ്യ റേഡിയോ ആയിരുന്നു. ചിന്തകൾ ആകാശത്തു ചലിച്ചുകൊണ്ടിരിക്കുന്ന സൂക്ഷ്മസ്പന്ദനങ്ങളെന്നുള്ളതിൽ കവിഞ്ഞ് ഒന്നുമല്ല. എല്ലാ ദിശകളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് മറ്റു പരിപാടികളിൽ നിന്ന് ആവശ്യമുള്ള ഒരു സംഗീത പരിപാടി ശരിയായി ട്യൂൺ ചെയ്ത ഒരു റേഡിയോ പിടിച്ചെടുക്കുന്നത് പോലെ ലോകത്തിലെ മനുഷ്യ മനസ്സുകൾ പ്രേഷണം ചെയ്യുന്ന എണ്ണമറ്റ ചിന്തകളിൽ നിന്ന് സംഗതമായ ഒരു ചിന്തയോട്, ഒരു കോളിഫ്ലവറിനു വേണ്ടി കൊതിക്കുന്ന ഒരു അരക്കിറുക്കന്റെ ചിന്തയോട് ശ്രീ യുക്തേശ്വരൻ സൂക്ഷ്മ സംവേദിയായിരുന്നു. സമുദ്രതീരത്തേക്കുള്ള യാത്രാമധ്യേ അയാളുടെ ചെറിയ മോഹം ഗുരുദേവൻ അറിഞ്ഞയുടനെ അത് സാധിച്ചു കൊടുക്കുന്നതിന് അദ്ദേഹം ഒരുക്കമായി. അയാൾ വഴിയിൽ കൂടി തുള്ളിത്തുള്ളി വരുന്നത് ശിഷ്യന്മാർക്ക് കാണാൻ കഴിയുന്നതിനു മുമ്പ് തന്നെ ശ്രീ യുക്തേശ്വരന്റെ ദിവ്യദൃഷ്ടി അയാളെ കണ്ടെത്തി. ആശ്രമവാതിൽ പൂട്ടുന്നതിൽ എനിക്കു പറ്റിയ മറവി. ഞാൻ വളരെയേറെ വിലമതിച്ചിരുന്ന കോളിഫ്ലവറിൽ ഒന്ന് എന്നിൽ നിന്ന് അപഹരിക്കുന്നതിനു പറ്റിയ ഒരു ഒഴിവുകഴിവ് ഗുരുദേവന് നൽകി. അങ്ങനെ ഒരു സ്വീകരണ യന്ത്രമായി വർത്തിച്ച ശേഷം തൻ്റെ കരുത്തുറ്റ ഇച്ഛാശക്തിയാൽ ശ്രീ യുക്തേശ്വരൻ ഒരു സംപ്രേഷണ യന്ത്രമായും പ്രവർത്തിച്ചു. ആ വിധത്തിൽ ഗ്രാമീണനോട് തൻ്റെ കാലടികൾ പുറകോട്ട് വയ്ക്കാനും ഒരൊറ്റ കോളിഫ്ലവറിനു വേണ്ടി ഒരു പ്രത്യേക മുറിയിലേക്ക് പോകാനും അദ്ദേഹം വിജയകരമായി നിർദ്ദേശിച്ചു. മനുഷ്യന്റെ മനസ്സ് നിശ്ചലമാകുന്ന നിമിഷങ്ങളിൽ അവനിൽ സ്വാഭാവികമായി പ്രത്യക്ഷപ്പെടുന്ന ആത്മാവിൽ നിന്നുള്ള മാർഗദർശനമാണ് അന്തർജ്ഞാനം. ഒട്ടുമിക്ക പേർക്കും വിശദീകരിക്കാനാവാത്ത ഒരു നിഗമനത്തിൻ്റെയോ അല്ലെങ്കിൽ തൻ്റെ ചിന്തകൾ കൃത്യമായി മറ്റൊരാളിലേക്ക് പകർന്നിട്ടുള്ളതിൻ്റെയോ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ചിന്തകൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക, വേണ്ടാത്തവയെ തള്ളിക്കളയുക എന്നിങ്ങനെ സങ്കീർണമായ റേഡിയോ പ്രവർത്തനത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളും അസ്വസ്ഥത അഥവാ ചാഞ്ചല്യത്തിൻ്റെ പൊട്ടലുകളിലും ചീറ്റലുകളിലും നിന്നു മോചിതമായ മനുഷ്യ മനസ്സിന് നിർവഹിക്കാനുള്ള കഴിവുണ്ട്. ഒരു റേഡിയോ സംപ്രേഷണ നിലയത്തിൻ്റെ ശക്തി അതിന് ഉപയോഗിക്കാൻ കഴിയുന്ന വൈദ്യുതിയുടെ അളവനുസരിച്ചു ക്രമപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഒരു മനുഷ്യ റേഡിയോയുടെയും സഫലത അതത് വ്യക്തികൾക്കുള്ള ഇച്ഛാശക്തിയുടെ ഏറ്റക്കുറച്ചിലിനെ ആശ്രയിച്ചിരിക്കുന്നു. എല്ലാ ചിന്തകളും ബ്രഹ്മാണ്ടത്തിൽ ശാശ്വതമായി സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ ഏതു വ്യക്തിയുടെയും ചിന്തകൾ കണ്ടെത്താൻ ഗാഢമായ ഏകാഗ്രത കൊണ്ട് ഒരു ആചാര്യനു കഴിയും. ചിന്തകൾ വ്യക്തിഗതമായല്ല, പ്രാപഞ്ചികമായാണ് രൂഢമൂലമായിരിക്കുന്നത്. സത്യത്തെ സൃഷ്ടിക്കാൻ കഴിയുകയില്ല, ദർശിക്കാനേ കഴിയൂ.
ഒരു മനുഷ്യന്റെ തെറ്റായ ചിന്തയുടെ കാരണം അയാളുടെ വിവേചനത്തിന്റെ ഏതെങ്കിലും വലുതോ ചെറുതോ ആയ അപൂർണതയാണ്. യോഗശാസ്ത്രത്തിന്റെ ലക്ഷ്യം മനസ്സിനെ പ്രശാന്തമാക്കുക എന്നതാണ്. തൽഫലമായി ഒരിക്കലും തെറ്റാത്ത അന്ധകരണത്തിന്റെ ശബ്ദം വൈകല്യം കൂടാതെ അതിനു കേൾക്കാൻ കഴിയും. വിദൂരസ്ഥരായവരുടെ ശബ്ദവും രൂപവും ജനകോടികളുടെ വീട്ടിൽ റേഡിയോയും ടെലിവിഷനും തൽക്ഷണം എത്തിച്ചിരിക്കുന്നു. മനുഷ്യൻ സർവവ്യാപിയായ ചൈതന്യമാണെന്നതിൻ്റെ ആദ്യത്തെ ലഘുവായ ശാസ്ത്രരീത്യാലുള്ള വെളിപാടാണിത്. അഹങ്കാരം ഏറ്റവും നികൃഷ്ടമായ രീതികളിൽ അവനെ അടിമയാക്കുവാൻ ഗൂഢാലോചന ചെയ്യുന്നുവെങ്കിലും ശൂന്യാകാശത്തിലെ ഒരു ബിന്ദുവിൽ ഒതുക്കപ്പെട്ട ഒരു ശരീരമല്ല മനുഷ്യൻ. നേരെ മറിച്ച് അവൻ സർവവ്യാപിയായ ആത്മാവാണ്. ശരീരവിജ്ഞാനത്തിൽ നോബൽ സമ്മാനം നേടിയ ചാൾസ് റോബർട്ട് റിഷെ പ്രഖ്യാപിച്ചു, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ശാസ്ത്രം നമ്മെ പഠിപ്പിച്ച വസ്തുതകൾ നമ്മെ ഇപ്പോൾ അത്ഭുതപ്പെടുത്താത്തതുപോലെ തീരെ അപരിചിതരും അത്യത്ഭുതകരവും തീർത്തും അസാധ്യമെന്നു തോന്നുന്നതുമായ പ്രതിഭാസങ്ങൾ ഒരിക്കൽ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് നമ്മെ ഒട്ടും അത്ഭുതാധീനരാക്കുകയില്ല. ഇന്ന് അത്ഭുതം കൂടാതെ നാം അംഗീകരിക്കുന്ന പ്രതിഭാസങ്ങൾ നമ്മുടെ ആശ്ചര്യത്തെ ഉണർത്താത്തത് അവയെ നാം മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടാണെന്നാണ് ധാരണ. പക്ഷേ വസ്തുത അതല്ല. അവ നമ്മെ വിസ്മയിപ്പിക്കുന്നില്ല എങ്കിൽ അത് അവയെ നാം മനസ്സിലാക്കിയത് കൊണ്ടല്ല, മറിച്ച് അവ സുപരിചിതമായത് കൊണ്ടാണ്. എന്തെന്നാൽ മനസ്സിലാക്കാനാവാത്തത് ഓരോന്നും നമ്മെ അത്ഭുത പരതന്ത്രരാക്കുമെങ്കിൽ നാം എല്ലാത്തിലും അത്ഭുതപ്പെടണം. ഉദാഹരണത്തിന്, വായുവിലേക്ക് എറിഞ്ഞ ഒരു കല്ലിൻ്റെ പതനം, ഓക്കുമരമായി തീരുന്ന അതിൻ്റെ വിത്ത്, ചൂടാകുമ്പോൾ വികസിക്കുന്ന രസം, കാന്തത്താൽ ആകർഷിക്കപ്പെടുന്ന ഇരുമ്പ്. ഇന്നത്തെ ശാസ്ത്രം ഒരു ലഘുവായ കാര്യമാണ്. നമ്മുടെ പിന്മുറക്കാർ കണ്ടുപിടിക്കാൻ പോകുന്ന അത്ഭുതകരമായ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ കണ്ണിൽ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് എന്നു തന്നെ പറയട്ടെ. നമ്മുടെ ചുറ്റുപാടും ഇപ്പോഴും ഉണ്ടെങ്കിലും നാം അവയെ കാണുന്നില്ല. പക്ഷേ നാം അവയെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ പോരാ, നാം അവയെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ അപ്രതീക്ഷിതവും അപരിചിതവുമായ ഒരു വസ്തുത വെളിപ്പെട്ടാൽ ഉടൻ നാം അതിനെ സ്വീകാര്യമായ അറിവിൻ്റെ സർവ്വസാധാരണതയുടെ ചട്ടക്കൂട്ടിൽ ഒതുക്കി നിർത്താൻ ശ്രമിക്കുകയും തുടർന്ന് പരീക്ഷണങ്ങൾ നടത്താൻ ആരെങ്കിലും മുതിർന്നാൽ രോഷം കൊള്ളുകയും ചെയ്യുന്നു. തീരെ അസംഭാവ്യമായ രീതിയിൽ എൻ്റെ ഒരു കോളിഫ്ലവർ അപഹരിക്കപ്പെട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് രസകരമായ ഒരു സംഭവമുണ്ടായി. ഏതോ ഒരു മണ്ണെണ്ണ വിളക്ക് കാണാതായി. എൻ്റെ ഗുരുവിൻ്റെ സർവജ്ഞമായ ഉൾക്കാഴ്ചയ്ക്ക് വളരെ അടുത്ത നാളിൽ ഞാൻ സാക്ഷ്യം വഹിച്ചിരുന്നതിനാൽ വിളക്കു കണ്ടുപിടിക്കുക എന്നത് ഒരു കുട്ടിക്കളി മാത്രമാണെന്ന് അദ്ദേഹം കാട്ടിത്തരുമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ പ്രതീക്ഷ ഗുരുദേവൻ മനസ്സിലാക്കി. പൊലിപ്പിച്ച ഗൗരവത്തോടെ അദ്ദേഹം ആശ്രമവാസികളെയെല്ലാം ചോദ്യം ചെയ്തു. പിൻഭാഗത്തെ കിണറിൻ്റെ കരയിൽ പോകുവാൻ താൻ ആ വിളക്ക് ഉപയോഗിച്ചുവെന്ന് ഒരു യുവശിഷ്യൻ ഏറ്റുപറഞ്ഞു. ശ്രീ യുക്തേശ്വരൻ ഗൗരവരൂപത്തിൽ ഉപദേശം നൽകി. കിണറിൻ്റെ അരികിൽ നോക്കൂ. ഞാൻ അവിടേക്ക് പാഞ്ഞുപോയി. വിളക്കില്ല. വിഷണ്ണനായി ഞാൻ ഗുരുദേവന്റെ അടുത്തെത്തി. എൻ്റെ നിരാശയിൽ ഖേദമൊന്നും കൂടാതെ അദ്ദേഹം ഹൃദ്യമായി ചിരിക്കുകയായിരുന്നു. എന്തു കഷ്ടം! കാണാത്ത വിളക്കിൻ്റെ അടുത്തേക്ക് എനിക്ക് നിന്നെ നയിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഭാവി പ്രവചിക്കുന്ന ആളൊന്നുമല്ലല്ലോ. കുസൃതി നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹം പറഞ്ഞു. ഞാൻ തരക്കേടില്ലാത്ത ഒരു ഷെർലക് ഹോംസ് പോലുമല്ല. വെല്ലുവിളിച്ചതുകൊണ്ടോ ഏതെങ്കിലും നിസ്സാര കാര്യത്തിനു വേണ്ടിയോ ഗുരുദേവൻ തൻ്റെ കഴിവുകൾ ഒരിക്കലും പ്രദർശിപ്പിക്കുകയില്ലെന്ന് എനിക്ക് ബോധ്യമായി. സന്തോഷകരമായ ആഴ്ചകൾ അതിവേഗം കടന്നുപോയി. ശ്രീ യുക്തേശ്വരൻ മതപരമായ ഒരു ഘോഷയാത്രയ്ക്ക് ഒരുക്കങ്ങൾ ചെയ്യുകയായിരുന്നു. പുരി പട്ടണത്തിലും സമുദ്രതീരത്തും കൂടി ശിഷ്യരെ ആനയിക്കാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു. ഉത്സവദിനം, ഗ്രീഷ്മ സംക്രാന്തി, കടുത്ത ചൂടുമായി വന്നെത്തി. ഗുരുജി, നഗ്നപാതരായ വിദ്യാർത്ഥികളെ ചുട്ടുപഴുത്ത മണലിൽ കൂടി കൊണ്ടുപോകാൻ എനിക്ക് എങ്ങനെ കഴിയും? ഞാൻ നിരാശയോടെ ചോദിച്ചു. ഞാൻ നിന്നോട് ഒരു രഹസ്യം പറയാം, ഗുരുദേവൻ പറഞ്ഞു. ജഗദീശ്വരൻ മേഘങ്ങളുടെ ഒരു കുട അയച്ചു തരും. നിങ്ങൾ എല്ലാം സുഖമായി നടക്കും. ഞാൻ സസന്തോഷം ഘോഷയാത്ര സംഘടിപ്പിച്ചു.
ഒരു സത്സംഗ ബാനറുമായി ഞങ്ങളുടെ സംഘം ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ടു. ശ്രീ യുക്തേശ്വരൻ രൂപകൽപ്പന ചെയ്ത ആ ബാനർ അന്തർദൃഷ്ടിയുടെ വിദൂരദർശകമായ ഏകനേത്രത്തിന്റെ പ്രതീകം വഹിച്ചിരുന്നു. ഞങ്ങൾ ആശ്രമം വിട്ടയുടനെ ജാലവിദ്യയാലെന്ന പോലെ ആകാശം മേഘങ്ങൾ കൊണ്ടു നിറഞ്ഞു. കണ്ടുനിന്നവരുടെ ആശ്ചര്യപ്രകടനങ്ങളോടൊപ്പം പട്ടണവീഥികളെയും ചുട്ടുപഴുത്ത കടൽ തീരത്തെയും തണുപ്പിച്ചുകൊണ്ട് ലഘുവായ ഒരു മഴ പെയ്തു. ഞങ്ങളുടെ പദയാത്രയുടെ 2 മണിക്കൂർ നേരം സുഖകരമായ മഴത്തുള്ളികൾ പൊഴിഞ്ഞു. ഞങ്ങൾ ആശ്രമത്തിൽ തിരിച്ചെത്തിയ അതേ നിമിഷം മഴക്കാറും മഴയും അപ്രത്യക്ഷവുമായി. നമ്മോടുള്ള ഈശ്വരന്റെ കാരുണ്യം കണ്ടുവല്ലോ. ഞാൻ കൃതജ്ഞത പ്രകാശിപ്പിച്ചപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, അദ്ദേഹം എല്ലാവരോടും പ്രതികരിക്കുകയും എല്ലാ പേർക്കും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്റെ അപേക്ഷയാൽ അദ്ദേഹം മഴ അയച്ചു തന്നതുപോലെ ഭക്തന്റെ ആത്മാർത്ഥമായ ആഗ്രഹത്തെ അദ്ദേഹം നിറവേറ്റുന്നു. ഈശ്വരൻ അവരുടെ പ്രാർത്ഥനകൾ എത്രയോ പ്രാവശ്യം സഫലമാക്കുമെന്ന് അപൂർവമായി മാത്രമേ മനുഷ്യർ മനസ്സിലാക്കുന്നുള്ളൂ. അദ്ദേഹത്തിന് ഏതാനും പേരോട് പക്ഷപാതമില്ല. അദ്ദേഹത്തെ വിശ്വാസത്തോടെ സമീപിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന ശ്രദ്ധിക്കുന്നു. തങ്ങളുടെ സർവവ്യാപിയായ പിതാവിന്റെ പ്രേമപൂർവമായ ദയാവായ്പിൽ അദ്ദേഹത്തിന്റെ സന്താനങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസം എപ്പോഴും ഉണ്ടായിരിക്കണം. അയനാരംഭങ്ങളിലും അയനമധ്യങ്ങളിലുമായി ഒരു വർഷം 4 ഉത്സവാഘോഷങ്ങൾ ശ്രീ യുക്തേശ്വരൻ നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ദൂരെയും അടുത്തുമുള്ള ശിഷ്യന്മാർ ഒത്തുകൂടുമായിരുന്നു. മകരസംക്രാന്തി ആഘോഷങ്ങൾ ശ്രീരാമപുരത്താണ് സംഘടിപ്പിക്കുക. ഞാൻ ആദ്യമായി സംബന്ധിച്ച അത്തരമൊരു ആഘോഷം ശാശ്വതമായ ഒരു അനുഗ്രഹം എനിക്കേകി. പ്രഭാതത്തിൽ തെരുവീഥികളിലൂടെ നഗ്നപാതരായി ഞങ്ങൾ നടത്തിയ പദയാത്രയോടെ ആഘോഷങ്ങൾ ആരംഭിച്ചു. ഒരു 100 വിദ്യാർത്ഥികളുടെ സ്വരത്തിൽ മധുരമായ കീർത്തനങ്ങൾ മുഴങ്ങി. ഏതാനും സംഗീതജ്ഞന്മാർ വേണു വായിക്കുകയും ചെണ്ടയും ചേങ്ങലയും മുഴക്കുകയും ചെയ്തു. ഞങ്ങളുടെ ഉച്ചത്തിലുള്ള ഈശ്വരനാമാലാപം നിത്യജീവിതത്തിലെ വിരസമായ ജോലികളിൽ നിന്ന് അവരെ വിമുക്തരാക്കിയതിനാൽ സന്തോഷിച്ചുകൊണ്ട് ഉത്സാഹഭരിതരായ പൗരജനങ്ങൾ വഴിനീളെ പൂക്കൾ വിതറി. ദീർഘമായ പട്ടണപ്രദക്ഷിണം ആശ്രമാങ്കണത്തിൽ അവസാനിച്ചു. അവിടെ ഞങ്ങൾ ഗുരുദേവന് ചുറ്റും കൂടിയപ്പോൾ മുകളിൽ ബാൽക്കണിയിൽ നിന്നിരുന്ന വിദ്യാർത്ഥികൾ ഞങ്ങളുടെ മേൽ കൊങ്ങിണിപ്പൂക്കൾ ചൊരിഞ്ഞു. പല അതിഥികളും മുകളിലത്തെ നിലയിൽ ചെന്ന് പാൽക്കട്ടിയും ഓറഞ്ചും ചേർന്ന മധുര പലഹാരം കഴിച്ചു. പാചകക്കാരായി അന്ന് സേവനം അനുഷ്ഠിക്കുന്ന ഒരു കൂട്ടം ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഞാൻ ചെന്നു. ഇത്ര വലിയ ജനസഞ്ചയത്തിനുള്ള ആഹാരം വലിയ പാത്രങ്ങളിൽ വെളിയിൽ വെച്ച് തയ്യാറാക്കേണ്ടിയിരുന്നു. താൽക്കാലിക കല്ലടുപ്പുകൾ പുക വമിക്കുന്നതും കണ്ണീരു വരുത്തുന്നതുമായിരുന്നെങ്കിലും ഞങ്ങൾ ആഹ്ലാദത്തോടെ ജോലി ചെയ്തു. മതപരമായ ആഘോഷങ്ങൾ ഭാരതത്തിൽ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായി കണക്കാക്കാറില്ല. പണമോ അരിയും മലക്കറിയുമോ അല്ലെങ്കിൽ സ്വന്തം സേവനമോ നൽകിക്കൊണ്ട് ഓരോ ഭക്തനും തൻ്റെ പങ്ക് സന്തോഷത്തോടെ നിർവഹിക്കുന്നു. സദ്യയുടെ വിശദാംശങ്ങളുടെ മേൽനോട്ടത്തിനായി ഗുരുദേവൻ ഞങ്ങളുടെ നടുവിൽ താമസിയാതെ എത്തി. ഓരോ നിമിഷവും തകൃതിയായി ജോലി ചെയ്ത അദ്ദേഹം ഏറ്റവും ഊർജ്ജസ്വലനായ യുവശിഷ്യന് ഒപ്പം നിന്നു. 3-ാം നിലയിൽ ഹാർമോണിയത്തിൻ്റെയും തബലയുടെയും അകമ്പടിയോടെ ഒരു സമൂഹ ഭജന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രീതിയോടെ ശ്രീ യുക്തേശ്വരൻ അതു ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ സംഗീതബോധം തികച്ചും കുറ്റമറ്റതായിരുന്നു. അവർ അപശ്രുതിയിലാണ് പാടുന്നത്. ഗുരുദേവൻ പാചകക്കാരെ വിട്ടിട്ട് പാട്ടുകാരോട് ചേർന്നു. മധുര സംഗീതം വീണ്ടും കേട്ടു. ഇപ്രാവശ്യം ശരിയായ ശ്രുതിയിൽ. സംഗീതശാസ്ത്രത്തെപ്പറ്റി ലോകത്തിൽ ആദ്യമായി എഴുതപ്പെട്ട ലേഖനങ്ങൾ സാമവേദം ഉൾക്കൊള്ളുന്നു. സംഗീതം, ചിത്രരചന, നാടകം എന്നിവ ദൈവീകമായ കലകളായി ഭാരതത്തിൽ കരുതിപ്പോരുന്നു. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നീ മൂർത്തികളാണ് ആദ്യത്തെ സംഗീതജ്ഞർ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരത്തിന്റെ അനന്തവൈവിധ്യമാർന്ന താളലയത്തെ നടരാജഭാവത്തിൽ ശിവൻ വിഭാവനം ചെയ്ത് അവതരിപ്പിച്ചതായി വേദങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ ബ്രഹ്മാവ് ഇലത്താളവും വിഷ്ണു മൃദംഗവും വായിച്ച് താളത്തിനു കൊഴുപ്പേകി. അറിവിന്റെ ദേവതയായ സരസ്വതി എല്ലാ തന്ത്രിവാദ്യങ്ങളുടെയും മാതാവായ വീണ വായിക്കുന്നതായി പ്രതീകവൽക്കരിച്ചിരിക്കുന്നു.
വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണനെ ഹൈന്ദവ കലകളിൽ ഒരു വേണുവുമായാണ് കാട്ടിയിരിക്കുന്നത്. മായാമോഹത്തിൽ അലയുന്ന മനുഷ്യാത്മാക്കളെ അവരുടെ യഥാർത്ഥ ഗേഹങ്ങളിലേക്ക് തിരിച്ചു വിളിക്കുന്ന ഹൃദയഹാരിയായ ഗാനം അദ്ദേഹം അതിലൂടെ ആലപിക്കുന്നു. രാഗങ്ങളാണ് ഹൈന്ദവ സംഗീതത്തിൻ്റെ അടിസ്ഥാന ശിലകൾ. മൗലികമായ 6 രാഗങ്ങൾ തൽഭവമായ 126 രാഗിണിമാരും പുത്രന്മാരുമായി ശാഖ തിരിയുന്നു. ഒരു മുഖ്യസ്വരം വാദി രാജാവ്, ഒരു രണ്ടാം സ്വരം സമവാദി പ്രധാനമന്ത്രി, സഹായക സ്വരങ്ങൾ അനുവാദി സേവകന്മാർ, ഒരു യതിഭംഗത്തിൻ്റെ സ്വരം വിവാദി ശത്രു എന്നിങ്ങനെ ഓരോ രാഗത്തിനും കുറഞ്ഞത് 5 സ്വരങ്ങൾ ഉണ്ട്. ദിവസത്തിലെ ഒരു പ്രത്യേക സമയവും വർഷത്തിലെ പ്രത്യേക ഋതുവും സവിശേഷമായ ശക്തി നൽകുന്ന ഭരദേവതയുമായി സ്വാഭാവികമായ ഒരു സംബന്ധം ഈ 6 മൗലിക രാഗങ്ങൾ ഓരോന്നിനുമുണ്ട്. അങ്ങനെ 1 ഹിന്ദോള രാഗം സാർവലൗകിക പ്രേമം ഉണർത്താനായി വസന്ത ഋതുവിൽ പ്രഭാതത്തിൽ മാത്രം കേൾക്കുവാനുള്ളതാണ്. 2 ദീപകരാഗം ബോധതയ ജനിപ്പിക്കാൻ ഗ്രീഷ്മകാല സായാഹ്നത്തിൽ പാടുന്നു. 3 മേഘരാഗം വർഷകാല മധ്യാഹ്നങ്ങളിൽ ധൈര്യമുളവാക്കുന്നു. 4 ഭൈരവരാഗം പ്രശാന്തി ഉളവാക്കാൻ ശ്രാവണ ഭാദ്ര അശ്വിന മാസങ്ങളിലെ പ്രഭാതങ്ങളിൽ പാടുന്നു. 5 ശ്രീരാഗം ശരത്കാല സായം സന്ധ്യകളിൽ വിശുദ്ധ പ്രേമം കൈവരിക്കാൻ നീക്കിവച്ചിരിക്കുന്നു. 6 മാൽക്കൗംസ രാഗം വീരരസത്തിനായി ശിശിരകാല അർദ്ധരാത്രികളിൽ കേൾക്കുവാനുള്ളതാണ്. പ്രകൃതിയും മനുഷ്യനുമായുള്ള സ്വരബന്ധങ്ങളുടെ ഈ നിയമങ്ങൾ പുരാതന കാലത്തെ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചതാണ്. പ്രകൃതി പ്രാഥമിക ശബ്ദം അഥവാ സ്പന്ദനവചനമായ ഓംകാരത്തിന്റെ മൂർത്തീകരണമാണ് എന്നതുകൊണ്ട് ചില മന്ത്രങ്ങളുടെ പ്രയോഗത്താൽ മനുഷ്യന് പ്രകൃതിയുടെ എല്ലാ പ്രകട രൂപങ്ങളുടെ മേലും നിയന്ത്രണം നേടിയെടുക്കാൻ കഴിയുന്നു. 16-ാം നൂറ്റാണ്ടിൽ മഹാനായ അക്ബറുടെ ദർബാർ ഗായകനായിരുന്ന മിയാൻ താൻസെന്നിന് ഉണ്ടായിരുന്ന ശ്രദ്ധേയമായ കഴിവുകൾ ചരിത്രരേഖകൾ വെളിപ്പെടുത്തുന്നു. സൂര്യൻ തലയ്ക്കുമീതെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു നിശാരാഗം ആലപിക്കാൻ ചക്രവർത്തിയുടെ ആജ്ഞ ലഭിച്ചപ്പോൾ താൻസൻ ഒരു മന്ത്രം ഉരുവിട്ടു. കൊട്ടാരവും പരിസരങ്ങളും അന്ധകാരത്തിൽ തൽക്ഷണം മൂടാൻ ഇത് കാരണമാക്കി. ഭാരതീയ സംഗീതം സ്വരാഷ്ട്രകത്തെ 22 ശ്രുതികളായി ഭാഗിക്കുന്നു. 12 അർദ്ധസ്വരങ്ങളുള്ള പാശ്ചാത്യ സ്വരശ്രേണിക്ക് എത്തിച്ചേരാനാവാത്ത സുന്ദരമായ സംഗീതാവിഷ്കാരം ഈ അതിസൂക്ഷ്മമായ സ്വരവിഭജനം അനുവദിക്കുന്നു. സ്വരാഷ്ട്രകത്തിലെ 7 അടിസ്ഥാന സ്വരങ്ങളിൽ ഓരോന്നും ഹിന്ദു പുരാണങ്ങളിൽ ഓരോ നിറവുമായിട്ടും ഓരോ പക്ഷിയുടെയോ മൃഗത്തിൻ്റെയോ സ്വാഭാവികമായ ശബ്ദവുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. സ പച്ച നിറവും മയിലുമായും, രി ചുവപ്പു നിറവും വാനമ്പാടിയുമായും, ഗ സ്വർണ്ണ നിറവും ആടുമായും, മ മഞ്ഞ കലർന്ന വെള്ള നിറവും കൊക്കുമായും, പ കറുപ്പും രാപ്പാടിയുമായും, ദ മഞ്ഞ നിറവും കുതിരയുമായും, നി എല്ലാ വർണ്ണങ്ങളുടെയും സമ്മേളനവും ആനയുമായും. ഭാരതീയ സംഗീതം 72 സ്വരഗ്രാമങ്ങൾക്ക് രൂപം നൽകിയിരിക്കുന്നു. സ്ഥിരമായ ഒരു രാഗത്തിന്റെ പരിധിക്കുള്ളിൽ ഒരു സംഗീതജ്ഞന് മനോധർമ്മമനുസരിച്ചുള്ള ആലാപനത്തിന് എത്ര വേണമെങ്കിലും സൃഷ്ടിപരമായ അവസരമുണ്ട്. പ്രതിപാദ്യത്തിന്റെ ഘടനയുടെ ഭാവത്തിലോ നിർണായകമായ അന്തരീക്ഷത്തിലോ അയാൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. തൻ്റെ മൗലിക പ്രതിഭയുടെ സീമകൾ വരെ അതിനെ മോടി പിടിപ്പിക്കുന്നു. ഭാരതീയ ഗായകൻ മുൻകൂട്ടി ചിട്ടപ്പെടുത്തിയ സ്വരങ്ങൾ പാരായണം ചെയ്യുന്നില്ല. ഓരോ ആലാപനത്തിലും അടിസ്ഥാന രാഗത്തിന്റെ മൗലിക ഭാവത്തിന് അദ്ദേഹം പുതുമയോടെ സ്വര സംവിധാനം ആവിഷ്കരിക്കുന്നു. അതിൻ്റെ അതിസൂക്ഷ്മമായ താളലയങ്ങളുടെ വ്യത്യാസങ്ങൾക്ക് ആവർത്തനത്താൽ ഊന്നൽ കൊടുത്തുകൊണ്ട് മിക്കപ്പോഴും ഒരേ ഒരു രാഗവിസ്താരത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. നൂറുകണക്കിനു സങ്കീർണമായ രീതികളിൽ അല്പം മാത്രം വ്യത്യാസത്തോടെയുള്ള ആവർത്തനത്തിന്റെ ഹൃദയഹാരിത്വവും ഊർജ്ജസ്വലതയും പാശ്ചാത്യ സംഗീത രചയിതാവ് ബാർക്കിന് ബോധ്യമായിരുന്നു. സംസ്കൃത ഗ്രന്ഥങ്ങൾ 120 താളങ്ങൾ വർണ്ണിക്കുന്നു. ഭാരതീയ സംഗീതത്തിന്റെ ഐതിഹാസിക സ്ഥാപകനായ ഭരതമുനി ഒരു വാനമ്പാടിയുടെ ഗാനത്തിൽ 32 തരം താളങ്ങൾ വേർതിരിച്ചതായി പറയപ്പെടുന്നു. നടത്തയുടെ ഇരട്ടത്താളം, ഉറക്കത്തിലെ
ശ്വാസത്തിൻ്റെ ഇരട്ടി ദൈർഘ്യമുള്ള ഉച്ഛ്വാസത്തോടു കൂടിയ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ത്രിമാനതാളം എന്നിങ്ങനെ താളത്തിൻ്റെ ഉത്ഭവം മനുഷ്യചലനങ്ങളിൽ രൂഢമൂലമാണ്. നാദത്തിൻ്റെ ഏറ്റവും ഉത്തമമായ സാധകമായി മനുഷ്യൻ്റെ കണ്ഠസ്വരത്തെ ഭാരതം ദീർഘകാലമായി അംഗീകരിച്ചിട്ടുണ്ട്. അതിനാൽ ഭാരതീയ സംഗീതം പൊതുവെ 3 സ്ഥായികളിൽ ഒതുങ്ങുന്നു. അതേ കാരണത്താൽ സ്വരമാധുര്യത്തിന് അഥവാ ക്രമബദ്ധമായ സ്വരങ്ങളുടെ സംബന്ധം സ്വരൈക്യ അഥവാ സ്വരസമ്മേളനത്തേക്കാൾ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നു. ഭാരതീയ സംഗീതം ആത്മനിഷ്ഠവും ആത്മീയവും വ്യക്തിഗതവുമായ കലയാണ്. അത് ശ്രുതിതാളലയങ്ങളുടെ ഉജ്ജ്വലമായ സ്വരൈക്യമല്ല, മറിച്ച് പരമാത്മാവുമായുള്ള ആത്മീയ ഐക്യമാണ് ലക്ഷ്യമാക്കുന്നത്. ഭാരതത്തിൻ്റെ സുപ്രസിദ്ധ ഗാനങ്ങളെല്ലാം ഈശ്വരഭക്തന്മാർ വിരചിച്ചിട്ടുള്ളവയാണ്. പാട്ടുകാരന് സംസ്കൃത പദം ഈശ്വരസ്തുതികൾ പാടുന്ന ആൾ എന്ന അർത്ഥത്തിൽ ഭാഗവതർ എന്നാണ്. ഭജന സങ്കീർത്തനങ്ങൾ യോഗശിക്ഷണത്തിൻ്റെ ഫലപ്രദമായ ഒരു രൂപമാണ്. അത് ഗാഢമായ ഏകാഗ്രതയും മൂലചിന്തയിലും ബീജശബ്ദത്തിലുമുള്ള നിർലീനതയും അനിവാര്യമാക്കുന്നു. മനുഷ്യൻ തന്നെ സൃഷ്ടിയുടെ വചനമായ ഓംകാരത്തിൻ്റെ ആവിഷ്കാരമായതിനാൽ ശബ്ദം അവനിൽ ശക്തവും തൽക്ഷണവുമായ പ്രഭാവം ചെലുത്തുന്നു. ഗുപ്തമായ സുഷുമ്നാ കേന്ദ്രങ്ങളിലൊന്നിൽ താൽക്കാലികമായി സ്പന്ദനാത്മകമായ ഒരു ഉണർവുണ്ടാക്കുന്നതിനാലാണ് പൗരസ്ത്യ പാശ്ചാത്യങ്ങളിലെ മഹത്തായ മതപരമായ സംഗീതം മനുഷ്യനിൽ ആനന്ദം ചൊരിയുന്നത്. പരമാനന്ദത്തിൻ്റെ ആ നിമിഷങ്ങളിൽ തൻ്റെ ദിവ്യമായ ഉത്ഭവത്തെപ്പറ്റിയുള്ള അവ്യക്തമായ ഓർമ്മ അവനിലുണ്ടാകുന്നു. 2-ാം നിലയിൽ ശ്രീ യുക്തേശ്വരൻ്റെ ഇരുപ്പുമുറിയിൽ നിന്ന് ഉത്സവദിനത്തിൽ ഉയരുന്ന സങ്കീർത്തനാലാപനം ആവി പറക്കുന്ന പാത്രങ്ങൾക്കിടയിലെ പാചകക്കാർക്ക് ഒരു പ്രചോദനമായിരുന്നു. ശിഷ്യ സഹോദരരും ഞാനും കൈകൾ കൊണ്ടു താളം പിടിച്ച് സന്തോഷപൂർവം പല്ലവി ഏറ്റുപാടി. സൂര്യാസ്തമയം ആയപ്പോഴേക്കും 100 കണക്കിനു സന്ദർശകർക്ക് ചോറും പരിപ്പും മലക്കറിക്കൂട്ടാനും അരി കൊണ്ടുള്ള അപ്പവും ഞങ്ങൾ വിളമ്പിക്കഴിഞ്ഞിരുന്നു. മുറ്റത്ത് ഞങ്ങൾ ജമുക്കാളം വിരിച്ചു. താമസിയാതെ എല്ലാ പേരും നക്ഷത്രമേൽക്കട്ടിക്കു താഴെ ശ്രീ യുക്തേശ്വരനിൽ നിന്നു പ്രവഹിച്ച ജ്ഞാനം നിശബ്ദരായി ശ്രദ്ധയോടെ ശ്രവിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പൊതുപ്രസംഗങ്ങൾ ക്രിയായോഗത്തിൻ്റെയും ആത്മാഭിമാനം, ശാന്തത, നിശ്ചയദാർഢ്യം, ലളിതമായ ആഹാരം, പതിവായ വ്യായാമം എന്നിവ നിലനിർത്തുന്ന ഒരു ജീവിതക്രമത്തിൻ്റെയും മൂല്യം ഊന്നിയുറപ്പിക്കുന്നവയായിരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സംഘശിഷ്യൻ ചില സ്തോത്രങ്ങൾ ആലപിച്ചു. ആവേശം നിറഞ്ഞ കീർത്തനാലാപനത്തോടെ സമ്മേളനം സമാപിച്ചു. 10 മണി മുതൽ പാതിരാത്രി വരെ ആശ്രമത്തിലെ അന്തേവാസികൾ പാത്രങ്ങൾ കഴുകുകയും പരിസരം വൃത്തിയാക്കുകയും ചെയ്തു. എൻ്റെ ഗുരുദേവൻ എന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിളിച്ചു. ഇന്നത്തെ നിന്റെ സന്തോഷപൂർവമായ കഠിനാധ്വാനത്തിലും കഴിഞ്ഞ ഒരാഴ്ചത്തെ തയ്യാറെടുപ്പിലും ഞാൻ സന്തുഷ്ടനാണ്. നീ എന്നോടൊപ്പം ഉണ്ടാവണം. ഇന്നു രാത്രി നീ എൻ്റെ കിടക്കയിൽ ഉറങ്ങിക്കൊള്ളൂ. എനിക്ക് കിട്ടുമെന്നു ഞാൻ ഒരിക്കലും കരുതാത്ത ഒരു വിശേഷ സൗഭാഗ്യമായിരുന്നു ഇത്. ഗാഢമായ ദൈവീക പ്രശാന്തിയിൽ ഞങ്ങൾ അല്പനേരം ഇരുന്നു. ഞങ്ങൾ ഉറങ്ങാൻ കിടന്നിട്ട് ഏതാണ്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ എഴുന്നേറ്റ് വസ്ത്രം മാറാൻ തുടങ്ങി. എന്താണ് കാര്യം ഗുരുദേവ? എൻ്റെ ഗുരുദേവനോടൊപ്പം ഉറങ്ങുന്നതിൻ്റെ ആനന്ദത്തിൽ പെട്ടെന്ന് അവാസ്തവികത കലർന്നു. മാറിക്കയറേണ്ടതായ ട്രെയിൻ കിട്ടാഞ്ഞ് താമസിച്ചു പോയ ഏതാനും വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇവിടെ എത്തുമെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ച് ആഹാരം തയ്യാറാക്കി വയ്ക്കാം. ഗുരുജി, ഈ രാത്രി 1 മണിക്ക് ആരും വരികയില്ല. നീ കിടന്നുകൊള്ളൂ. കഠിനമായി ജോലി ചെയ്യുകയായിരുന്നില്ലേ? പക്ഷേ ഞാൻ പാചകം ചെയ്യാൻ പോവുകയാണ്. ശ്രീ യുക്തേശ്വരൻ്റെ ഉറപ്പുള്ള സ്വരം കേട്ട് ഞാൻ ചാടി എഴുന്നേറ്റ് 3-ാം നിലയിൽ അകത്തെ ബാൽക്കണിക്കടുത്ത് സാധാരണ ഉപയോഗിക്കാറുള്ള ചെറിയ അടുക്കളയിലേക്ക് അദ്ദേഹത്തെ പിന്തുടർന്നു. അരിയും പരിപ്പും താമസിയാതെ തിളയ്ക്കാൻ തുടങ്ങി. എൻ്റെ ഗുരുദേവൻ വാത്സല്യത്തോടെ പുഞ്ചിരിച്ചു. ഈ രാത്രി നീ ക്ഷീണത്തെയും കഠിനാധ്വാനത്തോടുള്ള ഭയത്തെയും കീഴടക്കിയിരിക്കുന്നു. അവ ഭാവിയിൽ നിന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുകയില്ല. ഒരു ജീവിതകാലത്തേക്കുള്ള അനുഗ്രഹത്തിൻ്റെ ഈ വാക്കുകൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുറ്റത്ത് കാൽപ്പെരുമാറ്റം കേട്ടു. ഞാൻ താഴേക്ക് ഓടിച്ചെന്ന് ഒരു കൂട്ടം ശിഷ്യന്മാരെ അകത്തേക്ക് ആനയിച്ചു. പ്രിയ സഹോദര, ഒരാൾ പറഞ്ഞു,
ഈ അസമയത്ത് ഗുരുദേവനെ ശല്യപ്പെടുത്താൻ ഞങ്ങൾക്ക് എന്തു മടിയാണെന്നോ? തീവണ്ടി സമയങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി. എന്നാലും ഗുരുദേവനെ ഒരു നോക്കു കാണാതെ തിരിച്ചു പോവാൻ കഴിയുകയില്ല എന്നു ഞങ്ങൾക്ക് തോന്നി. അദ്ദേഹം നിങ്ങളെ പ്രതീക്ഷിക്കുകയായിരുന്നു. മാത്രവുമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്തു കൊണ്ടിരിക്കുകയുമാണ്. ശ്രീ യുക്തേശ്വരന്റെ സ്വാഗതവാക്കുകൾ മുഴങ്ങിക്കേട്ടു. വിസ്മയചകിതരായ ആഗതരെ ഞാൻ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുസൃതി ചിരിയുള്ള കണ്ണുകളോടെ അദ്ദേഹം എൻ്റെ നേരെ തിരിഞ്ഞു. വസ്തുതകൾ പരസ്പരം കൈമാറിക്കഴിഞ്ഞ സ്ഥിതിക്ക് അതിഥികൾക്ക് ശരിക്കും തീവണ്ടി കിട്ടാതെ പോയി എന്നത് നിനക്ക് ബോധ്യമായല്ലോ. ഈശ്വരതുല്യനായ ഒരു ഗുരുവിനോടൊപ്പം ഉറങ്ങുക എന്ന ബഹുമതിയിൽ സന്തോഷപൂർവ്വം പ്രതീക്ഷ വച്ചുകൊണ്ട് അരമണിക്കൂറിനു ശേഷം ഞാൻ അദ്ദേഹത്തോടൊപ്പം കിടപ്പുമുറിയിലേക്ക് പോയി.